കിച്ചൂസ് കിച്ചൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കോളിഫ്ലവർ നല്ല സൂപ്പറായിട്ട് പൊരിച്ചെടുക്കുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ട് ചാകാൻ വേണ്ടിയിട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഈ വെള്ളത്തിലോട്ട് ഇട്ടു. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ടൊന്ന് കോരിയെടുക്കണം. അപ്പോൾ ഇതിനകത്തുള്ള പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും. ഒരു 2 മിനിറ്റ് ഈ ചൂടുവെള്ളത്തിലിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് കോരിയെടുക്കാം. ചീനിച്ചട്ടിയിലായിട്ട് എണ്ണ ഒഴിക്കുക കേട്ടോ. ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ഇനി കോളിഫ്ലവർ പൊരിച്ചെടുക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 2-3 സ്പൂൺ കടലമാവ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയെ, പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനിത് 1 സ്പൂൺ ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് അധികം എരിവൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിനകത്തായിട്ടാണ് കോളിഫ്ലവർ ഇട്ടത്. അതുകൊണ്ട് അതിൽ കുറച്ച് ഉപ്പ് പിടിച്ചാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണം, ഈ പൊടിക്കകത്ത് ഉപ്പിടുമ്പോൾ. ഇനി ഈ മസാലപ്പൊടികളെല്ലാം കൂടെ ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കും. കുറച്ച് നയച്ച് കുഴച്ചെടുക്കണം. ഞാൻ ഈ പൊടികളെല്ലാം ചേർത്തത് ഇതുപോലെ ഈ ഒരു പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ആകാതെ എപ്പോഴും കുറച്ച് വെള്ളത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. ലൂസായിപ്പോയാൽ ഇതിൽ പിടിക്കത്തില്ല. ഇതിപ്പോൾ ഒരു നല്ല പാകമാണ്. ഇതിങ്ങനെ വിട്ട് വിട്ട് ചാടുന്ന ഈ ഒരു പാകത്തിൽ. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൽ പിടിപ്പിച്ചെടുക്കും. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം കുറച്ച് കറിവേപ്പില പൊരിച്ചെടുക്കാം. കറിവേപ്പില നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവർ കുറേശ്ശെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു വശം കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ മൂക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാൻ പോവാം. അപ്പോൾ ഞങ്ങളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. റൈസൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. വെച്ചു പപ്പടം വെച്ചു. അപ്പം നമ്മുടെ മെയിൻ ഐറ്റം ശാമളിയാ, നോക്കി എങ്ങനെയുണ്ടെന്ന് ഇവിടെ നോക്കുക. കോളിഫ്ലവർ ഒരെണ്ണം എടുത്ത് കഴിച്ചു. വായി വെച്ചോ. ചിക്കൻ തോറ്റു പോകും. ചിക്കൻ ഫ്രൈ തോറ്റു പോകുന്നത്. ചിക്കൻ ഫ്രൈ തോറ്റു പോകും. റൈസും ചിക്കനും ടേസ്റ്റ് ഉണ്ടല്ലേ. അച്ചു കഴിച്ചു. ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയുണ്ട് എല്ലാവർക്കും അഭിപ്രായം? സൂപ്പർ. അച്ഛന് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം, ബൈ.